ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പന്തളം അപ്പോസ്തോലിക് മിനിസ്ട്രി മീഡിയയുടെ വചനധ്യാനത്തിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തോല പ്രവർത്തികൾ 17:11. അതിപ്രകാരം വായിക്കുന്നു: അവർ തെസലോനിക്കയിലുള്ളവരേക്കാൾ ഉത്തമന്മാരായിരുന്നു. അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അതങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു പോന്നു. തിരുവെഴുത്തുകളെ പരിശോധിച്ചു പോന്നത് ബെരോവയിലുള്ള ആൾക്കാരെക്കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. തിരുവെഴുത്തുകളെ പരിശോധിക്കണം. കാരണം നാം ആരെന്തു പറഞ്ഞാലും അവസരോചിതമായിട്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കി നമ്മളുടെ വിശ്വാസത്തിൻ്റെ ആ ഒരു ഉപദേശങ്ങളൊക്കെ മാറ്റി മറിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മളിപ്പോൾ പലയിടങ്ങളിലും കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അത് നമ്മളെന്താ ചെയ്യേണ്ടത്? നാം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനമാണ് കർത്താവ് നമുക്ക് ഈ ബൈബിളിൽ കൂടെ തന്നിരിക്കുന്നത്. അപ്പോൾ നാം എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു വചനത്തെ അതിൻ്റെ കോണ്ടെക്സ്റ്റിൽ നിന്നും എടുത്തു മാറ്റിയാൽ അതിന് വേറൊരു മീനിങ് വരും. അതിനെ പല വിധത്തിലും വ്യാഖ്യാനിക്കാനൊക്കും. എന്നാൽ കർത്താവ് അതല്ല ആഗ്രഹിക്കുന്നത് നമ്മളിൽ നിന്നും. നമ്മൾ എന്താണ് യെശയ്യാ പ്രവചനത്തിലെ 34-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവീൻ, അവയിൽ ഒന്നും കാണാതിരിക്കയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കയുമില്ല. അവൻ്റെ വായല്ലോ കൽപ്പിച്ചത്, അവൻ്റെ ആത്മാവത്രേ അവയെ കൂട്ടിവരുത്തിയത്. അതായത് യഹോവയുടെ വചനം പരിശുദ്ധാത്മാവിനാൽ മനുഷ്യരിൽ കൂടെ എഴുതിക്കപ്പെട്ടു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതായത് പരിശുദ്ധാത്മാവ് ആണ് ഇതിൻ്റെ ഓതർ. അതായത് ഗ്രന്ഥം രചിച്ചയാൾ വാസ്തവത്തിൽ പരിശുദ്ധാത്മാവാണ്. അപ്പോൾ എല്ലാ വചനങ്ങളും ദൈവശ്വാസീയമാണ്. ദൈവശ്വാസീയമെന്ന് വെച്ചാൽ മനുഷ്യർക്കത് പരിശുദ്ധാത്മാവ് പറഞ്ഞുകൊടുത്ത് അവരെ കൊണ്ട് എഴുതിച്ചതാണ്. പിന്നെ മാനുഷികമായ ചില തെറ്റുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ വന്നു ചേർന്നാലും നമ്മൾ അതിൻ്റെ യഥാർത്ഥ അർത്ഥം കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനുള്ള തുണവചനങ്ങൾ അല്ലെങ്കിൽ ഇണവചനങ്ങളെന്ന് പറയും. ആ വചനങ്ങൾക്കോട് തന്നെ ചേർന്ന് പോകുന്ന 1-2 വാക്യങ്ങൾ നമ്മുടെ വേദപുസ്തകത്തിൽ പലയിടങ്ങളിലായിട്ട് കിടക്കുന്നുണ്ട്. അതപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ മുഴുവനായിട്ടുള്ള ആകത്തുക, അതായത് ഒരു ഭാഗം മാത്രം എടുത്ത് അതിനെ മാത്രം വ്യാഖ്യാനിക്കുകയല്ല ചെയ്യേണ്ടത്. ഇതിനെക്കുറിച്ച് മറ്റെവിടെങ്കിലും ഇതിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാകത്തക്കവണ്ണം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്, അല്ലെങ്കിൽ എഴുതിയിട്ടുണ്ടോ എന്നുള്ളത് നാം ശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് യഥാർത്ഥമായിട്ടുള്ള പൊരുൾ മനസ്സിലാകുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നാം പരിശ്രമിക്കേണ്ടതും. അപ്പോൾ വചനം ഇന്നലെ നമ്മൾ ധ്യാനിച്ചു, വചനത്താലുള്ള ജലസ്നാനമെന്ന്. അപ്പം വചനത്താലുള്ള ജലസ്നാനം എന്ന് വെച്ചാൽ വചനത്തിന് നമ്മെ ശുദ്ധീകരിക്കുവാനുള്ള ശക്തിയുണ്ട്. നമ്മളിൽ ക്രിയ ചെയ്യുന്നതാണ് വചനം. ഈ കർത്താവ് തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നത്, തിരുവെഴുത്തുകളുണ്ട് എങ്കിൽ തന്നെയും യഹൂദന്മാർ ന്യായപ്രമാണത്തോട് പലതും അവർ കൂട്ടിച്ചേർത്തു. കൂടുതൽ ഭക്തിയൊക്കെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പല വിധത്തിൽ അവർ കർത്താവ് കൊടുത്തിരുന്ന പ്രമാണത്തെ അവരുടെ ഇഷ്ടം പോലെ വ്യാഖ്യാനിച്ച് കുറേ അഡീഷൻസൊക്കെ നടത്തി. അപ്പോൾ അതിനെക്കുറിച്ച് അങ്ങനെ ചില സമ്പ്രദായങ്ങൾ യഹൂദ മതത്തിൽ തന്നെ കയറി വന്നു. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, അവരോട് പറഞ്ഞ എന്താണ്: നിങ്ങളുടെ സമ്പ്രദായം കൊണ്ട് നിങ്ങൾ ദൈവകൽപ്പന ലംഘിക്കുന്നതെന്ത്? കപടഭക്തിക്കാരെ, നിങ്ങളെക്കുറിച്ച് യെശയ്യാവ് പറയുന്നത്, മാനുഷകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു എന്നിങ്ങനെ പ്രവചിച്ചത് ഒത്തിരിക്കുന്നു.
അത് അപ്പം എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം, വാസ്തവത്തിൽ കർത്താവ് എന്താണ് ഇതുകൊണ്ട് ഒരു വചനം നമുക്ക് തരുമ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കിയത് എന്ന് മനസ്സിലാക്കാനായിട്ട് നാം ശ്രമിക്കണം. ഇപ്പോൾ തന്നെ പുതിയ നിയമത്തിൽ നമ്മുടെ പുതിയ നിയമത്തിലെ ഓരോ കാര്യങ്ങൾക്കും നിഴലായിട്ട് പഴയ നിയമം അവിടെയുണ്ട്. എന്നാൽ പഴയ നിയമം അപ്പാടെ അല്ല നമ്മൾ ഇന്ന് ആചരിക്കുന്നത്. നമ്മളെന്താണ് ഇന്ന് പുതിയ നിയമത്തിലാണ് ജീവിക്കുന്നത്. കൃപായുഗത്തിലാണ് നാം ജീവിക്കുന്നത്. കൃപായുഗത്തിൽ നാം കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ടത് കർത്താവിൻ്റെ പഠിപ്പിക്കലുകൾ, അത് കഴിഞ്ഞിട്ട് പൗലോസ് അപ്പോസ്തലൻ എന്താണ് നിയോഗം കിട്ടിയത്, ഏത് വിധത്തിലാണ് അതിനെയൊക്കെ സ്വീകരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ലേഖനങ്ങളിൽ തന്നിട്ടുണ്ട്. ഇത് നാം നന്നായിട്ടിത് വായിച്ച് പഠിച്ച് മനസ്സിലാക്കി ചില സമ്പ്രദായങ്ങളെ ഒക്കെ മാറ്റിക്കളയേണ്ടതായിട്ടുള്ള അവസരങ്ങൾ വന്നിരിക്കുകയാണ്. നമ്മൾ കൂടുതൽ നന്നായി പഠിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ അത് നമുക്ക് സാധ്യമാകും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്.